ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കാതെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്ന മാങ്ങ പുഡിംഗ് ആണ് കേട്ടോ. ഇപ്പം മാങ്ങ ഈസിലി അവൈലബിൾ ആണല്ലോ, സീസൺ ആണല്ലോ. അപ്പം ഞാനിവിടെ നല്ല പഴുത്ത 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ള 2 മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ 3 വരെ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് ചെറിയ ചെറിയ പുളിയും മധുരം എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് നല്ല പഴുത്ത് 2 എടുക്കാം. ഒരു മുക്കാൽ പഴുപ്പൊക്കെയുള്ള ഒരെണ്ണം എടുക്കാം. പച്ച എടുക്കരുത്, അത് പഴുത്തായിരിക്കണം, പക്ഷെ നല്ല രീതിയിൽ ഒരുപാട് പഴുത്തെടുക്കാതെ ഒരെണ്ണം ചെറിയ ഒരിച്ചിരി പഴുപ്പ് കുറഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കാം. എന്നിട്ട് ഞാൻ മാങ്ങ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെറുതായിട്ട് കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാങ്ങേനെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർക്കുമ്പോൾ നല്ല തണുത്ത പാല് ചേർക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഫ്രീസറിൽ വെച്ചല്ല, ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാല് ചേർക്കുക. 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിത് മധുരം പാകത്തിനാണ്. മധുരം ഇച്ചിരി മുന്നോട്ട് നിൽക്കണമെന്നുള്ളവർ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്ത് വരുന്നുണ്ട്. അരച്ചെടുത്ത് വന്നതിന് ശേഷം ഇതിനെ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ മാങ്ങ നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങയായിരുന്നു കേട്ടോ. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിത് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഒന്നും തരികളൊന്നും പെടാതിരിക്കാൻ ഒന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അരച്ചെടുത്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത് പൾപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഇത് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പാനിൽ കുഴപ്പമില്ല, അടി കട്ടിയുള്ളൊരു പാത്രം എടുത്താൽ മതി, അടിക്ക് പിടിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇത് ഊറ്റി കൊടുത്തിട്ട് നമ്മളിങ്ങനെ തുടരെ തുടരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പം എന്നിട്ട് അതിനെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്ത് കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പാലൊന്ന് തിളച്ച് വരണം. ആ തിളച്ച് വരുന്നിടം വരെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കസ്റ്റാർഡ് മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് കിട്ടുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് തണുത്ത പാല് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇളക്കുമ്പോൾ തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ കിട്ടും. അങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവറും ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കസ്റ്റാർഡ് പൗഡറാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ കസ്റ്റാർഡ് പൗഡർ ഇല്ല ഒട്ടും, അത് ചേർക്കാൻ നിർവാഹം ഇല്ല എന്ന് മാത്രം ഉണ്ടെങ്കിൽ മാത്രം കോൺഫ്ലവർ ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുമ്പം ഒന്നുകൂടെ ഒന്ന് ആ മിക്സിനെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് വേണം അത് ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അടിയിൽ പോയി പൊടിയെല്ലാം കൂടെ കിടന്ന് നല്ല രീതിയിൽ മിക്സ് ആകാതിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഊറ്റി കൊടുക്കുക കേട്ടോ. കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ തുടരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്കിത്
വേവിച്ച് അതായത് ഇളക്കിയെടുക്കാനുണ്ട്. അപ്പം നല്ല രീതിയിൽ നല്ല രീതിയിൽ കുറുകി വരണം, വെള്ളമൊക്കെ വറ്റി. അപ്പോൾ അതുവരെ നമ്മൾ കൈ എടുക്കാതെ ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇളക്കിയെടുക്കാൻ. ഇളക്കിയെടുക്കും തോറും ഇങ്ങനെ കുറുകി കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പാകമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇത് കണ്ട ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്കും വിട്ട് വരണം. നമ്മുടെ പാനിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരികയില്ലേ, വരട്ടിയെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇങ്ങനെ വിട്ട് വരണം. അങ്ങനെ വിട്ട് വരുന്ന പാകമാകുമ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാവേ. പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. പുഡിങ് ട്രേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രമോ അലുമിനിയത്തിൻ്റെ പാത്രം ഏതാണേലും എടുത്താൽ മതി. അതിലേക്ക് ഇച്ചിരി നെയ്യ് തടവി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏതിലാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ഇതുള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. അതിലേക്ക് ഞാൻ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് നല്ല രീതിയിലൊന്ന് ആറി തണുക്കുന്നതിന് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണമെന്നൊന്നുമില്ല. നല്ല രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു ലെവൽ കിട്ടാൻ വേണ്ടി ചുമ്മാ ഒന്ന് ലെവൽ ഇത് കൊടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ല രീതിയിൽ ആറിയതിന് ശേഷം മാത്രം നമുക്കിത് ഫ്രിഡ്ജിലേക്കോ ഫ്രീസറിലേക്കോ മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്ത് ആറാൻ വേണ്ടി അവിടെ റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിന് റൂം ടെമ്പറേച്ചറിലേക്കാകട്ടെ, അതവിടെ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നിന്ന് നല്ല രീതിയിൽ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, തൊടുമ്പോഴൊന്നും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അത് കണ്ടോ നല്ല രീതിയിൽ തന്നെ. അപ്പോൾ തന്നെ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. തണുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊരു ക്ലിംഗ് റാപ്പ് വെച്ച് ഞാൻ റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഒരു 4 to 5 മണിക്കൂർ വെച്ചാൽ മതിയാവും. കൂടുതൽ ഓവർനൈറ്റ് വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം. അപ്പോൾ കൂടുതലൊന്നുകൂടെ സെറ്റായി കിട്ടും. ഞാനിവിടെ 4 മണിക്കൂറൊക്കെ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ റാപ്പ് ചെയ്തിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ. 4 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4 മണിക്കൂർ ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. പിന്നെ കൂടുതൽ നേരം വെച്ചാൽ ഒന്നുകൂടെ സെറ്റായി കിട്ടും. ഇപ്പോൾ ഞാൻ 4 മണിക്കൂർ കൊണ്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു സ്പാച്ചിൽ വെച്ച് ഞാൻ സൈഡൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കൊടുക്കുന്നുണ്ട്, റിമൂവ് ആവുന്നുണ്ടെന്ന്. അപ്പോൾ നല്ല രീതിയിൽ റിമൂവ് ആയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഡിമോൾഡ് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ സെറ്റായി കിട്ടണമെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഈ പാകം മതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ പാകത്തിലെടുത്തിട്ടുണ്ട്. ഇതുപോലെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഞാൻ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിലേക്ക് ഒരു ചെറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാവേ. വീട്ടിലുള്ള ചേരുവ കൊണ്ട് തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇഫ്താറിന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇഫ്താർ അല്ലാത്തപ്പോഴും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.